ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചില്ലി ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നുറുക്കിയ വെളുത്തുള്ളി ഒന്ന് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്കും നെയ്യിൽ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, നല്ലൊരു മണവും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നെയ്യ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉപ്പിട്ടല്ലേ വേവിച്ച് വയ്ക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് ഉപ്പിടുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് ഒന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ഒരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടം ആ ഒരു വെജിറ്റബിൾസ് ചേർത്ത് നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കേബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് നമ്മുടെ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിലരിഞ്ഞ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി ആ ഒരു പച്ച ചുവയെല്ലാം ഒന്ന് നന്നായിട്ട് മാറണം. കണ്ടല്ലോ, ഇതുപോലെ നല്ല രീതിയിൽ പച്ച ചുവയൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടേ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം സോയാ സോസും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അതായത് ഞാൻ ഇഡ്ഡലി ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഇഡ്ഡലിയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതായത് നമ്മൾ ഈ ചേർത്തിട്ടുള്ള സോസ് എല്ലാം ഇഡ്ഡലിയിൽ നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് കിട്ടണം. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷനിലാണ്, കുട്ടികൾ എരിവ് കഴിക്കുമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ചേർത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. അതായത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ.